ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോസ്പൽ മീഡിയയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ സൂം മീറ്റിങ്ങിൽ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പല സ്ഥലങ്ങളിലായിരുന്ന് ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനവും ആദ്യമായിട്ട് അറിയിക്കുന്നു. ഓൺലൈനിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഈ പഠനം ആരംഭിച്ചു. എന്നാൽ കുറച്ചുകൂടെ വിശദമായിട്ട് നേരിട്ട് ഈ പഠനം നടത്തണമെന്ന് പിന്നീട് ആഗ്രഹിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പഠനം ഇവിടെ ആരംഭിക്കുകയും ചെയ്യുന്നത്. എങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും നേരിട്ട് വരുവാനോ ഒരുമിച്ച് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാനോ കഴിയാത്തത് കൊണ്ടാണ് ഒരു സൂം മീറ്റിംഗ് ആയിട്ട് ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചനം പഠിക്കാം. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണല്ലോ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥനയോടെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം വെളിപ്പാട് പുസ്തകത്തില് രേഖപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. എന്നാൽ പിശാചിന്റെ നാശത്തെക്കുറിച്ച് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട്, അവന് വരാൻ പോകുന്നതായിട്ടുള്ള ന്യായവിധിയെക്കുറിച്ച് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും ഇത് ദൈവമക്കൾ ഇത് മനസ്സിലാക്കരുത് എന്ന് തന്നെയാണ്, ആരും ഇത് മനസ്സിലാക്കരുതെന്ന് തന്നെയാണ് പിശാചിന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ പല തടസ്സങ്ങളും നമുക്കുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാർത്ഥനയോടുകൂടെ നാം ഈ പുസ്തകത്തെ സമീപിക്കുകയും പഠിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാരംഭമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട്, ദ റെവലേഷൻ ഓഫ് ജോൺ എന്നാണ് ഈ ബുക്കിന്റെ ടൈറ്റിൽ. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് the revelation from Jesus Christ which God gave him, God gave Jesus Christ to show his servants what must soon take place. പെട്ടെന്ന് സംഭവിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് വെളിപ്പെടുത്തി കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും അത് കർത്താവായ യേശുക്രിസ്തു തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എല്ലാവരെയും ഇത് അറിയിക്കണമെന്നുള്ള ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹം ഈ ആദ്യത്തെ വാക്കുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന് പത്മോസ് ദ്വീപില് നാട് കടത്തപ്പെട്ടപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ലഭിച്ചതായിട്ടുള്ള ഒരു ദിവ്യ ദർശനമാണ് യേശുക്രിസ്തുവിന്റെ ദർശനം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോ അത് എല്ലാവരെയും അറിയിക്കേണ്ടതിനായിട്ടാണ് ദൈവം യോഹന്നാന് കർത്താവായ യേശുക്രിസ്തു ഇത് നൽകി കൊടുത്തത് എന്ന് നാം ഇവിടെ വായിക്കും. മാത്രവുമല്ല, 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു, സമയം വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാവരെയും വായിച്ച് കേൾപ്പിക്കണം, ഇതെല്ലാവരും കേൾക്കണം. കേൾക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. അതിനു മുമ്പ് നാം കണ്ടു, എല്ലാവരെയും കാണിക്കേണ്ടതിന് യോഹന്നാന് ദൈവം ടു കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ, എല്ലാവരെയും ഇത് അറിയിക്കേണ്ടതിനായിട്ടാണ് ദൈവം യോഹന്നാൻ ഇത് കൊടുത്തത്. വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് വേദപഠിതാക്കൾ അതിനെ വിളിക്കുന്നത്. അതായത് ദർശനങ്ങളും സ്വപ്നങ്ങളും അതുപോലെ പ്രതീകങ്ങൾ, സിംബൽസും ഒക്കെ അടങ്ങിയതായിട്ടുള്ള ഒരു പ്രത്യേക ലിറ്റററി സ്റ്റൈലിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ദാനിയേലിന്റെ പ്രവചനത്തിലും കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ പ്രതീകങ്ങൾ ഉള്ളത് കൊണ്ട് മനസ്സിലാക്കുവാൻ വെരി ഹൈലി സിംബോളിക് ലാംഗ്വേജിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസം നമുക്ക് തോന്നിയേക്കാം.
എന്നാൽ ഇത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റെവലേഷൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അൺവെയിലിംഗ് എന്ന്, അതായത് കർട്ടൻ നീക്കുക അല്ലെങ്കിൽ മറ നീക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദ വെരി വേർഡ് റെവലേഷൻ മീൻസ് അൺവെയിലിംഗ്. മറ നീക്കുക, ചില കാര്യങ്ങളുടെ മറഞ്ഞിരിക്കുന്നത് ചിലത് മറ നീക്കി തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ദാസനായ യോഹന്നാനെ കൊടുത്തു എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. That means God unveils his plans and purposes about the world and his church. ദൈവം ലോകത്തെ കുറിച്ചുള്ളതും തന്റെ സഭയെ കുറിച്ചുള്ളതുമായിട്ടുള്ള പദ്ധതികൾ അത് മറ നീക്കി യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ കർട്ടൻ നീക്കുകയാണ്. God reveals his plans and purposes to his church, to his born servants. തന്റെ ദാസന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സിഗ്നിഫൈഡ് ഓർ കമ്മ്യൂണിക്കേറ്റഡ് എന്നാണ്. കാണിക്കേണ്ടതിന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ദൈവം ഇത് കാണിക്കേണ്ടതിന് ദൈവം ഇത് യോഹന്നാന് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ഇത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് ഇത് പ്രദർശിപ്പിച്ചു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, ഈ വെളിപ്പാട് പുസ്തകം എഴുതിയതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ യോഹന്നാനെ കുറിച്ചും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഒന്ന്, യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു. സെബദിയുടെ മക്കളായിരുന്നു യാക്കോബും യോഹന്നാനും. അതിലെ യാക്കോബ് നേരത്തെ തന്നെ കൊല്ലപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ അപ്പോസ്തലനും ശിഷ്യനുമാണ് യാക്കോബ്. എന്നാൽ പിന്നീട് യോഹന്നാനാണ് ഒരുപക്ഷെ ഈ ശിഷ്യന്മാരിൽ ഏറ്റവും എളുപ്പമായിരുന്നു, അതായത് യങ്ങർ, പ്രായത്തിൽ കുറഞ്ഞ വ്യക്തി യോഹന്നാൻ ആയിരുന്നിരിക്കാം. യോഹന്നാന് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അപ്പോസ്തലൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്. ജോൺ ഔട്ട്ലിവ്ഡ് ഓൾ ദി അതർ അപ്പോസ്റ്റൽസ്. യോഹന്നാൻ ഈ പുസ്തകം എഴുതുന്നത് AD 90-ന് ശേഷമുള്ള ഒരു കാലയളവിലാണ്. ആ സമയമായപ്പോഴത്തേക്കും യോഹന്നാൻ ഒരു 90-95 വയസ്സിൽ അധികം പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കാം. യോഹന്നാന് എഫെസോസിലായിരുന്നു തന്റെ അവസാന കാല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. എഫെസോസ് എന്ന് പറയുന്നതായിട്ടുള്ള പട്ടണം ഈജിയൻ സീല്, മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗം ആയ ഈജിയൻ കടലിലെ തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തുള്ള ഏഷ്യ മൈനറിലെ ഒരു പ്രധാന പട്ടണമായിരുന്നു എഫെസോസ്. എഫെസോസിൽ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലം, അപ്പോൾ അന്ന് റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യൻ ആയിരുന്നു അവിടെ എല്ലാം ഭരിച്ചിരുന്നത്. റോമ ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു ഈ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലവും എല്ലാം. ഈ പ്രത്യേകിച്ച് ഈ ആസിയയിലെ 7 സഭകൾ നാം കാണുന്നതെല്ലാം തന്നെ റോമ ചക്രവർത്തി ഭരിച്ചിരുന്ന റോമ ഗവൺമെന്റിന്റെ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗം തന്നെ ആയിരുന്നു. അപ്പോൾ യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയതായിട്ട് ആണ് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ യോഹന്നാൻ പറയുന്നു, ഞാൻ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും. ഈ പത്മോസ് ദ്വീപ് എന്ന് പറയുന്നത് ഈജിയൻ കടലിലുള്ള എഫെസോസിന് വളരെ ദൂരെ അല്ലാത്തൊരു ദ്വീപാണ്. അവിടെ റോമ സാമ്രാജ്യത്തിലെ കുറ്റവാളികളെ നാട് കടത്തുന്നതായിട്ടുള്ള ഒരു ദ്വീപായിരുന്നു പത്മോസ് ദ്വീപ്. ആ പത്മോസ് ദ്വീപില് ഇപ്പോഴും പത്മോസ് ദ്വീപ് തന്നെയാണ് അതിന്റെ പേര്. നമ്മൾ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ പത്മോസ് ദ്വീപിന്റെ ലൊക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടും. ആ പത്മോസ് ദ്വീപിൽ തനായിരിക്കുമ്പോഴാണ് തനിക്ക് ഈ ദർശനം ലഭിക്കുന്നത്. ഇതിനെ പത്മോസിലെ ദിവ്യ ദർശനമെന്നും ചിലരെങ്കിലും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 90 വയസ്സിലധികം പ്രായമുള്ള 90-95 വയസ്സ് പ്രായമുള്ള യോഹന്നാൻ പത്മോസ് എന്ന ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ തന്റെ വിശ്വാസത്തിനു വേണ്ടി ചക്രവർത്തി ആരാധിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട്, ചക്രവർത്തി ആരാധനയിൽ പങ്കെടുക്കാഞ്ഞത് കൊണ്ട്, ചക്രവർത്തി ആരാധിക്കാതിരുന്നത് കൊണ്ട് യോഹന്നാനെ ഈ ദ്വീപിലേക്ക് നാട് കടത്തി എന്നാണ് ചരിത്രം പറയുന്നത്.
അപ്പൊ ആ ദ്വീപിൽ ഇരുന്നുകൊണ്ടാണ് യോഹന്നാൻ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. ചിലർ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് യോഹന്നാനെ തിരിച്ച് ഡൊമിഷ്യന്റെ കാലഘട്ടം കഴിഞ്ഞ് യോഹന്നാൻ തിരിച്ച് എഫെസോസിൽ വരികയും പിന്നീട് അവിടെ വെച്ചാണ് ഇതൊക്കെ എഴുതിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അതിന്റെ വാസ്തവം ഒന്നും നമുക്ക് കൃത്യമായി അറിയില്ല. ഏതായാലും യോഹന്നാന് ലഭിച്ചതായിട്ടുള്ള ഒരു ദിവ്യ ദർശനം എല്ലാവരെയും കാണിക്കേണ്ടതിനായിട്ട് ദൈവം യോഹന്നാൻ ഇത് നൽകിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് അടച്ചു വെക്കുവാനുള്ള ഒരു പുസ്തകമല്ല. ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് നാം വായിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നാം വായിച്ചാൽ ഈ പ്രവചനത്തിന് മുദ്രയിടുക, സീൽ ദിസ് പ്രോഫസി എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവം ദാനിയേലിനോട് പറയുന്നു, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോ ദാനിയേലിന്റെ പ്രവചനത്തെ ഒരു സീൽഡ് പ്രോഫസി എന്നാ പറയും. എന്നാൽ ഇവിടെ യോഹന്നാന് ദൈവം ഈ ദർശനം കൊടുക്കുമ്പം ഇത് അടച്ചു വെക്കാനോ മറച്ചു വെക്കാനോ വേണ്ടി കൊടുത്തതല്ല. ഇതെല്ലാവരെയും അറിയിക്കേണ്ടതിനായി, ഇതെല്ലാവരെയും വായിച്ച് കേൾപ്പിക്കേണ്ടതിനായി, ഇത് കേൾക്കുന്നവരും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് യോഹന്നാന് ദൂതന്മാർ മുഖാന്തരം അയച്ച് യോഹന്നാൻ അത് പ്രദർശിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിന്റെ എർജൻസിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഇതെല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, എല്ലാവരും മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ ഇത് പഠിക്കാത്തതിന്റെ ഒരു കാര്യം, ഇതൊരു അന്ത്യകാലത്തെ കുറിച്ച് കുറെ പേടിപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട്. അപ്പൊ ഇത് പഠിച്ചാല് എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവും. പേടിയുള്ള കാര്യങ്ങള്, 7 കലശം, 7 കാഹളം, 7 മുദ്ര, അത് പൊട്ടിക്കുമ്പോഴൊക്കെ വളരെ കാഹളം ഊതുമ്പോഴും ക്രോധ കലശം ഒഴിക്കുമ്പോഴും ഒക്കെ വളരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. അങ്ങനെ ഒത്തിരി ഭയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ദൈവം ഇത് നാം അറിയണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. കാരണം ഇതിന്റെ 3-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് വെരി നിയർ. വളരെ സമയം അടുത്തിരിക്കുക. അതുകൊണ്ട് ഇതെല്ലാവരും അറിയണം. ഇനി അധികം ഇത് മനസ്സിലാക്കാനൊന്നും അധികം സമയം ബാക്കിയില്ല. എല്ലാവരും ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാവർക്കും പ്രദർശിപ്പിക്കുവാനായിട്ടാണ് ദൈവം ഇത് യോഹന്നാന് നൽകിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ മറ്റൊരു കാര്യം, ദൈവം തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം എപ്പോഴും തന്റെ രഹസ്യങ്ങളെ അറിയിക്കുന്നത് തന്റെ ദാസന്മാരെ. എല്ലാവർക്കും ദൈവിക രഹസ്യങ്ങൾ അറിയുവാനായിട്ട് കഴിയുമോ? എല്ലാവർക്കും ദൈവിക രഹസ്യങ്ങൾ അറിയുവാനായിട്ട് കഴിയത്തില്ല. ദൈവിക രഹസ്യങ്ങൾ അറിയാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദാസന്മാർക്ക് മാത്രം. ചിലരെങ്കിലും പറയുന്നുണ്ട് ബോൺ സെർവൻസ്, ഒരു സാധാരണ ദാസനല്ല, സ്വയം ദാസനായി സമർപ്പിക്കപ്പെട്ടു. ബോൺ സെർവന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യഹൂദന്മാരുടെ നിയമപ്രകാരം 7 വർഷം കഴിയുമ്പോൾ ഒരു അടിമയെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കും. 7-ാമത്തെ വർഷത്തിൽ യജമാനൻ അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കുമ്പോൾ ആ അടിമ പറയുകയാണ്, ഞാൻ പോകുന്നില്ല, എനിക്ക് നിന്റെ കൂടെ താമസിച്ച് നിന്നെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആ അടിമ തനിക്ക് സ്വതന്ത്രനായി പോകുവാൻ കഴിയുമെങ്കിലും താൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാതെ വീണ്ടും ആ യജമാനെ സേവിക്കുവാൻ വേണ്ടി യജമാന്റെ ദാസനായി സ്വയം സമർപ്പിക്കുന്നു. അങ്ങനെയുള്ളവനെ വിളിച്ച് കട്ടളയുടെ അടുക്ക് നിർത്തിയിട്ട് അവന്റെ ചെവി കിഴിക്കും. അതാണ് അവന്റെ ആ ദാസ്യത്തിന്റെ അടയാളം. ഇവൻ സാധാരണ ദാസനല്ല, പിന്നെന്തോ ദാസനാ? യജമാനന്റെ സേവനം സ്വയം തെരഞ്ഞെടുത്ത് യജമാനു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരുവനാണ് ബോൺ സെർവന്റ് എന്ന് പറയുന്നത്. സ്വയം അടിമയാക്കിയവൻ, സ്വയമായിട്ട് അടിമയായി സമർപ്പിക്കുവൻ. അങ്ങനെയുള്ളവർക്കാണ് ദൈവം തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട്. മാത്രവുമല്ല, ഒരു സാധാരണ വേലക്കാരനോ കൂലിക്കാരനോ ആണെങ്കിൽ അവനൊരു കൃത്യ സമയമുണ്ട് ജോലി ചെയ്യാൻ. ഒരു ദിവസം 5 മണിക്കൂർ അല്ലെ 8 മണിക്കൂർ ഒരു ഷിഫ്റ്റ്. അവന്റെ സമയം കഴിഞ്ഞാൽ അവന് ജോലിയിൽ നിന്ന് മാറുക.
പക്ഷെ ഒരു ബോൺ സെർവന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 24 മണിക്കൂറും 7 ദിവസവും എല്ലാ ദിവസവും ഒരുപോലെ യജമാനന്റെ വേലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ ദൈവത്തിന്റെ വചനം പറയും. അപ്പൊ യോഹന്നാൻ പറയുന്ന യേശുക്രിസ്തുവിന്റെ ദാസനായ യോഹന്നാൻ, അങ്ങനെയുള്ള ദാസന്മാരെ കാണിക്കേണ്ടത്. നമ്മളെ ദൈവിക ആലോചനകൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിന്റെ രഹസ്യങ്ങളെ, മിസ്റ്ററീസ് ഓഫ് ഗോഡ്, ദൈവിക രഹസ്യങ്ങളെ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിനായിട്ട് സ്വയം സമർപ്പിക്കപ്പെട്ടവരായിരിക്കും. ദൈവത്തിനായിട്ട് കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവർ എത്രയും നമ്മുടെ സമർപ്പണം ഉണ്ടോ അത്രയും ദൈവം എന്തോ ചെയ്യും. ദൈവം തന്റെ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടും. സീക്രട്സ് ഓഫ് ഗോഡ് എന്നാ പറയുന്നത്, ദൈവിക മർമ്മങ്ങൾ എന്ന് പറയും, ദൈവിക രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത്. ദാനിയേലിന് ദൈവം ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേലിന്റെ ജീവിതം നമുക്കറിയാം, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ദൈവം തന്റെ ദാസന്മാർക്കാണ് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇതെല്ലാവരും അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക രഹസ്യങ്ങള് മറ്റുള്ളവർക്ക് നാം പറഞ്ഞു കൊടുക്കുന്നവരും ആയിരിക്കണം. നാം ഈ രഹസ്യങ്ങളെ പ്രസ്താവിക്കുന്നവരായിരിക്കും. മാത്രമല്ല, പഴയ കാലത്ത് ആദിമ ക്രിസ്തീയ സഭയിൽ അന്ന് എല്ലാവരുടെയിലും ബൈബിളൊന്നും ഇല്ല, അല്ലേ? ചുരുളുകളിലാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് തന്നെ ചർമ്മലിഖിതങ്ങൾ കൊണ്ടുവരാനായിട്ട് 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നീ വരുമ്പോൾ എന്റെ പുതപ്പും എന്റെ ചർമ്മലിഖിതങ്ങളും. ചർമ്മലിഖിതം എന്ന് പറഞ്ഞാൽ, ചർമ്മം എന്ന് പറഞ്ഞാൽ സ്കിന്ന്, ആടിന്റെയോ എന്തിന്റെയും സ്കിന്നില് എഴുതിയതായിട്ടുള്ള അത് ലിഖിതം. ലിഖിതം എന്ന് പറഞ്ഞാൽ എഴുതുക. പാർച്ച്മെന്റ്സ് എന്ന ഇംഗ്ലീഷിലെ വാക്കിന് പറയും. അപ്പം ചുരുളുകളായി. അപ്പൊ ഒരു കൂട്ടായ്മയിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു കൂടിവരവിൽ പോയാൽ എല്ലാവരുടെയും ഓരോ ചുരുൾ കാണും. എല്ലാവർക്കും ബൈബിളുണ്ട്, പക്ഷെ എല്ലാവരുടെയും ഓരോ ചുരുൾ കാണും ഇല്ല. അതുകൊണ്ട് ഒരു ചുരുളായിരിക്കും ഒരു കൂട്ടായ്മയിലുള്ളത്. അതുകൊണ്ട് ഈ ചുരുളെടുത്ത് വായിക്കുമ്പോൾ എന്തോ വേണം, ഉറക്ക വായിക്കണമെന്ന് അന്നത്തെ ഒരു ഉറക്ക വായിക്കണം. ഇതുകൊണ്ടാണ് ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം ഉറക്ക വായിച്ച് കേൾപ്പിക്കുന്നവൻ, വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് പറയും. നമുക്കറിയാം, കർത്താവ് നസ്രയത്തിലെ വന്നു, അല്ലേ? നസ്രയത്തിൽ വന്നു, അവന് വായിപ്പാനായിട്ട് ചുരുള് കൊടുത്തു. അവൻ എഴുന്നേറ്റ് നിന്ന് വായിച്ചു. യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ ചുരുള് എഴുന്നേറ്റ് നിന്ന് വായിച്ചു. അപ്പോ ഇത് അറിയിക്കുവാനായിട്ടുള്ള ഒരു ദൂതാണ്, ഇത് അടച്ചു വെക്കാനുള്ള ദൂതല്ല. ദിസ് ഈസ് നോട്ട് എ സീൽഡ് ബുക്ക്, ദിസ് ഈസ് എൻ ഓപ്പൺ ബുക്ക്. ഇതൊരു തുറന്ന പുസ്തകമാണ്. ഇതെല്ലാവരെയും അറിയിക്കണം. ദൈവം ഇതെല്ലാവരെയും അറിയിക്കുവാനായിട്ടാണ് യേശുക്രിസ്തുവിന് കൊടുത്തതായിട്ടുള്ള ദൈവിക വെളിപ്പാട് യേശുക്രിസ്തു തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാൻ കൊടുത്തു. യോഹന്നാൻ മുഖാന്തരം തന്റെ ദാസന്മാരെ അറിയിക്കുവാനായിട്ട് ദൈവം പ്രസാദിച്ചു. അപ്പൊ ഈ അന്ത്യകാലം വന്നെത്തിയിരിക്കുമ്പോൾ, കർത്താവിന്റെ വരവ് സമീപമായിരിക്കുമ്പോൾ നാം എല്ലാവരും ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. ബ്ലസ്സഡ്നെസ്, ഒരു അനുഗ്രഹീതമായ അവസ്ഥയുണ്ട്, അല്ലേ? നമ്മള് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ ബിയാറ്റിറ്റ്യൂഡ്സ്, ഭാഗ്യവാന്മാരുടെ പട്ടിക വായിക്കുന്നുണ്ട്, അല്ലേ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അല്ലേ? വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെ പല ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നു. അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗ്യവാൻ ആരായത്? വായിക്കുന്നവൻ ഭാഗ്യവാനാ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാ, പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. അപ്പൊ ഈ ദൈവിക രഹസ്യം നാം മനസ്സിലാക്കിയാൽ അത് പ്രമാണിക്കണം. മാത്രവുമല്ല, മറ്റൊരു കാര്യം, വചനം പഠിക്കുമ്പോൾ ആർക്കാണ് ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തുന്നത്? ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത് ദാസന്മാർക്ക്, അനുസരിക്കുന്നവർക്ക്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ ഇത് ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് അറിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായമല്ല, മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു. He who is willing to, അല്ലെ, he who is wanting to obey the will of God,
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവൻ, അതിന് താല്പര്യമുള്ളവനെ ദൈവം തന്റെ രഹസ്യം അറിയിക്കും, അല്ലെ വെളിപ്പെടും. നമുക്കും അറിയാം, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മളും പിള്ളേരോട് പറയുമ്പോൾ അവര് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ, നമ്മൾ എന്നെ എടുക്കും. അമ്മയും അപ്പനും ഒക്കെ പുറകെ നടന്നൊക്കെ പറയില്ലേ. നമ്മൾ പറയാണ്, പിള്ളേർ കേൾക്കുന്നില്ല, എന്തോ ചെയ്യും? കേൾക്കാത്ത പിള്ളേരോട് പുറകെ നടന്ന്, ടീച്ചർമാരും പഠിക്കാത്ത പിള്ളേരെ അല്ലേ ക്ലാസ്സിൽ ശ്രദ്ധിക്കത്തില്ല. എന്ത് ചെയ്താൽ അവനെ പിന്നെ പഠിപ്പിക്കാൻ നമുക്കൊരു മടി തോന്നും എന്ന് പറഞ്ഞ പോലെ പറയുന്ന അനുസരിക്കാത്തവനോട് പിന്നെ എന്നെ എടുക്കും, പിന്നെയും പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്തോ പറഞ്ഞാലും കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. പിന്നെ നാണം കെട്ടങ്ങ് പറയണം. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ഞാൻ അറിഞ്ഞ സത്യം ഞാൻ അനുസരിക്കുന്നെങ്കിൽ കൂടുതൽ സത്യങ്ങൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അനുസരിക്കാത്തവന് ദൈവം പിന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഇത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാനെന്ന് പറയുന്നത്. അപ്പൊ ദൈവം അതിനെ പഠിക്കുമ്പോൾ നമുക്ക് അറിയുവാനുള്ള ഒരു ആഗ്രഹം വേണം. നാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ സമർപ്പിക്കപ്പെട്ട അടിയൻ ഇതാ അരുളി ചെയ്യണമേ എന്ന് പറയുന്ന ആ മനോഭാവം ഉള്ളവര് ആണെങ്കിലേ ദൈവം നമുക്ക് ദൈവിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഞാന് ഇതിന്റെ പശ്ചാത്തലം പറഞ്ഞപ്പോഴ് ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് റോമ സാമ്രാജ്യം ഭരിക്കുന്നതെന്ന് പറഞ്ഞു. ഡൊമീഷ്യൻ ചക്രവർത്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഡൊമീഷ്യൻ ചക്രവർത്തി ഒരു എംപറർ കൾട്ടിനെ പ്രൊമോട്ട് ചെയ്ത ആളാണ്. എംപറർ കൾട്ട് എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ആരാധന. നെബൂഖദ്നേസർ ഒരു പ്രതിമ നിർത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ പ്രവചനം. ആ പ്രതിമയ്ക്ക് ആരുടെ മുഖമായിരുന്നെന്ന് അറിയാമോ? എല്ലാരും പറയുന്ന, ചരിത്രകാരന്മാർ പറയുന്നത് അത് നെബൂഖദ്നേസറിന്റെ തന്നെ മുഖമായിരുന്നു. ഈ രാജാവിനെ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് രാജാവിനെ ദൈവമായി കണ്ട് രാജാവിനെ ആരാധിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായം, അത് വളർത്തിയെടുക്കുവാനാണ് മിക്കവാറും രാജാക്കന്മാര് ശ്രമിക്കുന്നത്. കാരണം ഒരു ആളുകൾ രാജാവിനോടുള്ള കൂറും വിശ്വസത അല്ലേ, രാജാവിനെ ദൈവമായിട്ട് കണ്ടാൽ രാജാവിനോട് എപ്പോഴും ഒരു ലോയലായിരിക്കും. ദൈവത്തിന്റെ സ്ഥാനത്ത് രാജാവിനെ കണ്ടാൽ അത് ഇവര് കുറച്ചങ്ങ് എൻജോയ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും രാജാവ് ദൈവത്തിന്റെ സ്ഥാനത്താണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ കാണാം അല്ലേ, സിനിമാ നടന്മാർക്കും നടിമാർക്കും വേണ്ടി ടെമ്പിൾസ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാരും ദൈവത്തിന്റെ സ്ഥാനം പിടിച്ചു പറ്റാൻ. ഡൊമീഷ്യൻ ചക്രവർത്തി അങ്ങനെ ഒരാളായി. അതുകൊണ്ട് തന്റെ രാജ്യത്തിലുള്ള എല്ലാവരും ആരെ ആരാധിക്കണമെന്ന്, അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആരെ കൂടെ ആരാധിക്കണം? ചക്രവർത്തിയെ കൂടെ ആരാധിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ചക്രവർത്തി ആരാധനയിൽ ഉള്ളത്. ഒന്ന്, എന്തെങ്കിലും പൂജാ വസ്തുക്കൾ അല്പമെങ്കിലും ഈ ചക്രവർത്തിയുടെ പേരിലുള്ള ചില ചെറിയ ചെറിയ ടെമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഓരോ സിറ്റികളിലും. അവിടെ കൊണ്ട് ആ ഓൾട്ടറിൽ എന്തെങ്കിലും ഒരു പൂജാ വസ്തു, ഒന്ന് ഉദാഹരണം നോക്കി, ഒരു 2 പൂവ് ചക്രവർത്തിയുടെ ആരാധനാ സ്ഥലത്ത് കൊണ്ട് സമർപ്പിക്കണം. എന്നിട്ട് പറയണം, സീസർ ഈസ് ലോർഡ്. സീസറാണ് അല്ലേ ഡൊമീഷ്യൻ. സീസർ എന്നുള്ളത് റോമ ചക്രവർത്തിമാരുടെ സ്ഥാനപ്പേരായിരുന്നു. ഈജിപ്തിലെ ചക്രവർത്തിമാർക്ക് ഫറോ എന്ന് പറയുന്ന പോലെ റോമൻ ചക്രവർത്തിമാരുടെ സ്ഥാനപ്പേരായിരുന്നു കൈസർ, സീസർ എന്ന് പറയും. അപ്പൊ സീസർ കർത്താവ് എന്ന് പറയണമായിരുന്നു. അപ്പൊ ആരാധനയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, എന്തെങ്കിലും അല്പം പൂജാ വസ്തു അവിടെ സമർപ്പിക്കണം. 2, സീസർ ഈസ് ലോർഡ് എന്ന് പറയണം. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ആദിമസഭയിലെ വിശ്വാസികൾ, എഫെസോസിലും ഈ ആസിയയിലെ സഭകളിലുള്ള വിശ്വാസികൾ ഒരു നേരിട്ട ഏറ്റവും വലിയ, പ്രത്യേകിച്ചും റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസികൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം, അവരാര് മാത്രം കർത്താവ് എന്നാ പറയുന്നത്? യേശുക്രിസ്തു മാത്രം കർത്താവ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്, ഈസ് ദ ലോർഡ്. അവൻ മാത്രം കർത്താവ് എന്ന് പറയുന്നവർക്ക് സീസർ ലോർഡ് എന്ന് പറയാൻ കഴിയത്തില്ല.
അങ്ങനെ പറയാത്തവരെ എന്തോ വളരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊല്ലുകയും വരെ ചെയ്യുന്ന ഒരു ഭരണത്തിന് കീഴിലായിരുന്നു ആര് കഴിഞ്ഞുകൊണ്ടിരുന്നത്? ഈ യോഹന്നാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് സഭകളുടെ ദൂതിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അവർ വളരെ ഭീഷണിയുടെ നിഴലിലാണ്. ഭീഷണിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും തുറന്ന് എഴുതാൻ പറ്റുമോ? ഇപ്പോ ഈ നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ ഈ വായിക്കുന്ന കർത്താവായ യേശുക്രിസ്തു അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായവനാണ്, സകല ബഹുമാനവും മഹത്വവും സ്തുതിയും ആരാധനയും ലഭിപ്പാൻ അവൻ മാത്രം യോഗ്യൻ. 4-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് അല്ലെ? 4-ാം അധ്യായത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെ ആരാധിക്കുന്നു, 5-ാം അധ്യായത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ആരാധിക്കുന്നു. സകല ബഹുമാനവും ലഭിപ്പാൻ യേശുക്രിസ്തു മാത്രം യോഗ്യനെന്നുള്ളത് എഴുതുമ്പോൾ അത് ഒരു റോമൻ ഒഫീഷ്യലിന്റെ കിട്ടിയെന്നിരിക്കുന്നു. ചക്രവർത്തിയുടെ ഏതെങ്കിലും ജോലിക്കാരൻ്റെ ഇത് കിട്ടുക. ആ പുസ്തകം കൊണ്ട് മാത്രം അല്ലേ? ആ പുസ്തകം ആരുടെ കയ്യിൽ ഇരുന്നാലും അവനെ നശിപ്പിക്കാം, കൊല്ലാം. ആരെഴുതിയാൽ അവനെ കൊല്ലാം. അതുകൊണ്ട് റോമ ഗവൺമെന്റിനെയോ റോമൻ ചക്രവർത്തിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നേരിട്ട് റോമൻ ഗവൺമെന്റ് എന്ന് പറയുന്നില്ല, അല്ലെ റോമൻ സിറ്റി എന്ന് പറയുന്നില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയത്തില്ലേ കോഡ് വാക്കുകൾ അല്ലെ, ഒരു പ്രതീകം ഉപയോഗിച്ചു. കോഡ് വാക്കുകൾക്ക് അതിന്റെ പിമ്പിൽ മറഞ്ഞിരിക്കുന്ന കുറെ അർത്ഥങ്ങളുണ്ട്, ആ നിലയ്ക്ക് ചിന്തിക്കേണ്ട. സിംബൽസ് ഉപയോഗിച്ചു. ഇപ്പൊ റോമ സിറ്റി ഓഫ് റോമ നഗരത്തെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാബിലോൺ എന്ന പേര്. അപ്പൊ ബാബിലോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കറിയാം? ഈ പുസ്തകം വായിക്കുന്നവർക്കെല്ലാം അറിയാം. ബാബിലോൺ എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഉദ്ദേശിച്ചത് റോമിനെ കുറിച്ചാണ്. അപ്പൊ റോമ ആ കാലഘട്ടത്തിൽ, പക്ഷെ ബാബിലോണിന് വേറൊരു വലിയ അർത്ഥം കൂടെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടതായിട്ടുള്ള ഒരു പ്രധാന കാര്യം, ഇതിനൊരു 2-3 ഡയമെൻഷൻസ് ഉണ്ട്. ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് 2-3 മാനങ്ങളുണ്ട്. ഇതിനൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡയമെൻഷൻ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരാനുള്ള കാലത്ത് സംഭവിക്കുന്ന, പക്ഷെ ഇതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ. ഞാൻ പറയുന്നത് കുറച്ച് വ്യക്തമാകുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കണം. കാര്യം യോഹന്നാൻ ഇവിടെ പറയുമ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തി ഭരിക്കുന്ന റോമ സാമ്രാജ്യത്തിലെ ഒരു പ്രജയാണ് ആര്? യോഹന്നാൻ. റോമ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത് റോമ നഗരമാണ്. ആ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഈ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമവ്യവസ്ഥയും ഒരു സാമ്പത്തിക സംവിധാനവും ഒരു മത സംവിധാനവും അല്ലേ, ആ രാജ്യത്തിൻ്റെതായ ഒരു പ്രത്യേകതയിലുണ്ട്. അപ്പം ബാബിലോൺ എന്നുള്ളത് 17-ാം അധ്യായത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അത് റോമ നഗരത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? റോമ നഗരത്തെ മാത്രം ചൂണ്ടിക്കാണിക്കുന്നതല്ല, പിന്നെ ആ വ്യവസ്ഥിതിയെ മൊത്തമായിട്ട് പറയുന്നത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി പറയുകയാണ്. ആ വ്യവസ്ഥിതിയെ മൊത്തം ചൂണ്ടിക്കാണിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ സിംബലുകൾ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം ഹൈലി സിംബോളിക് ആയിരിക്കുമ്പോൾ അതിന് ഈ സിംബൽസിനെല്ലാം ഒരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. എന്തുകൊണ്ട്? ഒരു ആത്മീയ അർത്ഥമാണ്. എന്നാൽ അതിന് ഒരു ഹിസ്റ്റോറിക്കൽ മീനിങ് ഉണ്ട്. ഹിസ്റ്റോറിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചരിത്രം മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ കൂടുതലായിട്ട് അതിൽ മനസ്സിലാക്കേണ്ടത് എന്താ? ആത്മീയ അർത്ഥങ്ങളോ.
കുറച്ചുകൂടെ അങ്ങോട്ട് പഠിച്ച് എന്നെങ്കിലേ അത് വിശദമാകാൻ പറ്റത്തുള്ളൂ. ഇതിന് ആത്മീയ അർത്ഥങ്ങളുണ്ട്, ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ചരിത്രപരമായ അർത്ഥവുമുണ്ട്, ആത്മീയമായ അർത്ഥവുമുണ്ട്. അതുകൊണ്ട് അതിനാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചു. മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. മർമ്മം മഹദിയാം ബാബിലോൺ അല്ലേ? അത് വായിക്കുമ്പം ബാബിലോൺ എന്ന് പറഞ്ഞത് ഏത് നഗരത്തെ സൂചിപ്പിക്കുന്നെന്ന് ഞാൻ പറഞ്ഞത്? റോമാ നഗരത്തെ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുമ്പം വെറും റോമാ നഗരം എന്നുള്ള അർത്ഥം മാത്രമല്ല, ഇതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ സാത്താൻ എനർജൈസ് ചെയ്യുന്ന ആന്റി ക്രൈസ്റ്റ് അല്ലെ എതിർ ക്രിസ്തു എന്ന മൃഗം നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കൂടെയാണ് ബാബിലോൺ എന്നുള്ളത് കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അതിനൊരു ആത്മീയ അർത്ഥം കൂടെ ഉണ്ട്. അത് ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. അപ്പൊ ഒരു സിമ്പൽ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, ഈ സിമ്പലുകൾക്ക് കാലം കഴിഞ്ഞാലും, ഇപ്പൊ യോഹന്നാൻ ഇപ്പോ വെളിപാട് പുസ്തകം എഴുതിയിട്ട് എത്ര വർഷമായി കാണും? കുറഞ്ഞ പക്ഷം 1900 years, കുറഞ്ഞ പക്ഷം അല്ലേ, 1900 വർഷം കഴിയും. പക്ഷെ ഇന്നും ബാബിലോൺ എന്ന ആ പദത്തിന് അതിന്റെ ആത്മീയ അർത്ഥം ഇന്നും നിലനിൽക്കുക. അതിന്റെ ആത്മീയ അർത്ഥം ഓവർ ദ ടൈം ആ സിംബലിന്റെ വാല്യൂ മാറിയിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ സിംബൽ ഉപയോഗിക്കുന്നതിന് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. സിംബൽ ഉപയോഗിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം, യോഹന്നാൻ എഴുതിയതായിട്ടുള്ള ഈ പുസ്തകം അന്നത്തെ കൈസറുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ എടുത്ത് വായിക്കുന്ന ഉടനെ ഇത് ഞങ്ങളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, ഞങ്ങൾക്കെതിരെയാണ് ഇവനിത് എഴുതിയിരിക്കുന്നതെന്ന് ഉടനെ അടിപിടി കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ അകത്ത് സിംബോളിക് പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സിംബോളിക് ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്. 2, ഓവർ ദ ടൈം, കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഇതിന്റെ ആത്മീയ അർത്ഥത്തിന് ഒരു മൂല്യ ശോഷണവും, അതിന്റെ ആ ആത്മീയ അർത്ഥം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സിംബൽസ് ആർ യൂസ്ഡ് ടു എറൗസ് ഇമോഷൻസ് എന്ന് പറയാം. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ഒരു ഗൗരവമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് ആന്റി ക്രൈസ്റ്റ് ഒരു വ്യക്തി ആയിരിക്കുമല്ലോ. ആന്റി ക്രൈസ്റ്റിന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പേര് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മൃഗം എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ബീസ്റ്റ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ മൃഗം എന്ന് കയറി വിളിക്കുന്നത്? ഒരുത്തനെ നമുക്കറിയാം, മൃഗപ്രായവനായവൻ അല്ലേ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്ര എന്ന് ദൈവത്തിന്റെ വചനം പറയും. ഈ ആന്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നത് ഒരു 1 വേൾഡ് ഡിക്റ്റേറ്റർ ആയിട്ടായിരിക്കും. സർവ്വലോകത്തെയും ഭരിക്കുന്ന ഒരു ഏകാധിപതിയായിട്ടായിരിക്കും ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ലോകത്തില് അവന്റെ ഭരണം സ്ഥാപിക്കാനായിട്ട് ഒടുവിലേ വരുന്നു. ഒരു 1 വേൾഡ് ഡിക്റ്റേറ്റർ എന്ന് യോഹന്നാൻ പറഞ്ഞില്ല. അതിന് പകരം യോഹന്നാൻ എന്നാ പറഞ്ഞു? ബീസ്റ്റ് എന്ന് പറഞ്ഞു, മൃഗം എന്ന് പറഞ്ഞു. അപ്പൊ ആ മൃഗം സ്ഥാപിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, മൃഗം സ്ഥാപിക്കുന്ന ഒരു രാജ്യമുണ്ട്, ഒരു ഏകലോകവും ഏകലോകത്തിന്റെ അധിപതിയായി മൃഗം അപ്പോ അത് നമ്മുടെ നമ്മൾ ആ മൃഗം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്ന? അവിടെ അവനൊരു മൃഗമാണെന്ന് നമ്മൾ പറയത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ മനുഷ്യനല്ല, മൃഗമാണ്. തനിക്ക് പിറന്നൊരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് കുഞ്ഞ് കരഞ്ഞതിന്റെ പേര് കട്ടിലേക്ക്, ഒരു ഉദാഹരണം ഞാൻ പറയാം,
കട്ടിലേലിന്റെ ക്രാസിയയിൽ അടിച്ചവനെ നമ്മൾ എന്താ വിളിക്കും? അങ്ങനെയുള്ളതിന്റെ മൃഗപ്രായം എന്ന് പറയുന്നത്. കണ്ണിച്ചോരയില്ലാത്ത ക്രൂരത ചെയ്യുന്നവരെ മൃഗം. അപ്പോഴാ നമ്മൾ ആ പേര് വിളിക്കുമ്പോഴാ നമുക്ക് എന്തോ ഉണ്ടാകുന്നത്? ആ പറഞ്ഞതിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഇവിടെ ആന്റി ക്രൈസ്റ്റിനെ എന്താ വിളിച്ചിരിക്കുന്നത്? ബീസ്റ്റ് എന്നാ വിളിച്ചിരിക്കുന്നത്. അന്നേരം നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങോട്ട് വൈകാരിക തലത്തിലും ഒന്ന് ഉൾക്കൊള്ളത്തുള്ളൂ. പിന്നെ മറ്റൊരു മൃഗം കയറി വരുന്നു, അത് പിന്നെ അവനെ കള്ളപ്രവാചകൻ എന്നാണ്. ആ കള്ളപ്രവാചകൻ എന്നുള്ള പേര് പറയുമ്പോഴാണ് നമ്മൾ അതിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങോട്ട് ഗ്രഹിക്കുന്നത്. അപ്പോ വെളിപാട് പുസ്തകത്തിൽ ഈ സിംബൽസ് എല്ലാം ഉപയോഗിച്ചതിന് 3 കാരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന്, അന്നത്തെ ഒഫീഷ്യൽസ് ഒന്നും മനസ്സിലാക്കി അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് അവരത് യോഹന്നാൻ അത് ഉപയോഗിച്ചതായിരിക്കും. 2, ഓവർ ദ ടൈം ഈ സിംബൽസിനൊന്നും അതിന്റെ ആത്മീക അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. 3, നമ്മുടെ ഇമോഷൻസ്, അറൗസ് അവർ പാഷൻസ് ഓർ ഇമോഷൻസ്, നമ്മളെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയൂടെയാണ് യോഹന്നാൻ ഇതിവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുരാതന ബാബിലോൺ അല്ലെങ്കിൽ റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്, അത് നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മിസ്റ്ററി ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓഫ് ദി അബോമിനേഷൻസ് ഓഫ് ദി എർത്ത് എന്നാണ് 17-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് പറയുന്നത്. ഇത് പറയാനായിട്ട് കാര്യം, അന്നത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബാബിലോൺ എന്ന് പറയുന്നത് ഏത് നഗരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ റോമാ നഗരം. അന്നത്തെ റോമാ നഗരമാണ്, ദാറ്റ് വാസ് ദ സെന്റർ ഓഫ് ഓൾ ദ വേൾഡ് ട്രേഡ്. ലോകത്തിലെ എല്ലാ വ്യവസായവും വാണിജ്യവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? റോമാ നഗരത്തിൽ. ഒരു പ്രധാന സ്ഥലം, പല സ്ഥലങ്ങളിലേക്കും അവിടുന്ന് ട്രേഡ് റൂട്ട്സ് ഉണ്ട്, അല്ലെ, വാണിജ്യ പാതകളുണ്ട്. ലോകത്തിന്റെ എന്തോ കൊമേഴ്ഷ്യൽ സെന്റർ എന്ന് നമുക്ക് പറയാം. ഇന്ന് പക്ഷേ അന്ന് ഒരു റോമേ ഉള്ളായിരുന്നു ലോകത്തിന്റെ വ്യവസായവും വാണിജ്യവും ഒക്കെ കേന്ദ്രീകരിച്ചെങ്കിൽ ഇന്നിപ്പോ ഒത്തിരി ഹബ്ബുകൾ ലോകത്തിൽ പല, നമ്മൾ തന്നെ ബോംബെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എന്നാ പറയും. അതിന്റെ ഒരു പ്രത്യേകത എന്താ? ഒരിടത്ത് ഒത്തിരി വ്യവസായവും വാണിജ്യവും ഒക്കെ അഭിവൃദ്ധിപ്പെടുമ്പോ എന്താ അവിടെ സ്വതവേ സംഭവിക്കുന്നത്? എന്തോ സംഭവിക്കും? എന്തോ വികസനം വരും. ഒരു ഫാക്ടറി വന്നാൽ അതിന് ചുറ്റുപാടും അതിന്റെ ഒരു അനുബന്ധമായിട്ടുള്ള ഫാക്ടറി, ഒരു കട വന്നാൽ ചുറ്റുപാടും ഒരു 3-4 കട വരും, അല്ലേ? അപ്പൊ അവിടെ എല്ലാം എന്താ വരും? ജോലിക്കാരെ വേണം. ജോലിക്കാരെ വേണമെന്നുണ്ടെങ്കിൽ പട്ടണത്തിൽ അത്രയും ജോലിക്കാരില്ലെങ്കിൽ അവര് ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണത്തിലോട്ട് കുടിയേറി കഴിഞ്ഞാൽ അവരവിടെ ജോലി കിട്ടി കഴിയുന്ന ഉടനെ അവരുടെ ലെഷർ ടൈം അല്ലേ, അവർക്ക് പണം കിട്ടും. പണം കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വണ്ടി വേണം. അപ്പം വണ്ടി വിൽക്കാൻ കുറെ, അല്ലേ, ഷോറൂംസ് ഒക്കെ ആരംഭിക്കും. ആ ഷോറൂമുകളിൽ വീണ്ടും ജോലിക്കാർ വരും. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കണം, അവർ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാകും. പിന്നെ അവരുടെ പിള്ളേരെ പള്ളിക്കൂടത്തിൽ സ്കൂളിൽ വിടണം, അതിന് സ്കൂളുകൾ ആരംഭിക്കും. ആ സ്കൂളുകളിലേക്ക് ജോലിക്കാർ വരും. പിന്നെ അവർക്ക് റിക്രിയേഷൻസ് വേണം, അല്ലെ, അവരുടെ വിനോദ സമയങ്ങളൊക്കെ ചെലവഴിക്കാൻ വേണ്ടി പാർക്കുകൾ ആരംഭിക്കും. അങ്ങനെയാണ് ഈ അർബനൈസേഷൻ നടക്കുന്നത്, അല്ലെ, ഒരു നഗരവൽക്കരണം ഒക്കെ നടക്കുന്നത്. അങ്ങനെ ആ ആളുകളുടെ പണം വരുമ്പോഴാണ് എന്തുവാ വാണിജ്യ ഇടപാടുകളൊക്കെ. പക്ഷെ അതിന്റെ കൂടെ വേറെ കുറെ സംഭവങ്ങളൂടെ വരും. റിക്രിയേഷൻസിന് വേണ്ടി പാർക്കുകൾ മാത്രമല്ല, സിനിമാ തിയേറ്ററുകൾ ആരംഭിക്കും, അവർക്ക് മദ്യശാലകൾ ആരംഭിക്കും. അപ്പോ മറ്റു കാര്യങ്ങളോടൊക്കെ അതിന്റെ കൂട്ടത്തില് കയറി. അപ്പോ ലോകം വ്യാവസായികമായി പുരോഗമിക്കുമ്പോൾ, വാണിജ്യപരമായി പുരോഗമിക്കുമ്പോൾ അതിന്റെ കൂടെ എന്തുകൊണ്ടൊക്കെ കടന്നു വരും? ലോകത്തിന്റെ മ്ലേച്ഛതകളൂടെ കടന്നു.
അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അന്ന് റോമിൽ മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ പല പട്ടണങ്ങളിലും ഇല്ലേ ഡാൻസ് ബാറുകളും ബിയർ ബാറുകളും പബ്ബുകളും നൈറ്റ് ക്ലബുകളും പിന്നെ ചൂതാട്ട കേന്ദ്രങ്ങളും അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പട്ടണത്തിൽ ആരംഭിക്കുന്നത്. ഇതെല്ലാം എന്താ മ്ലേച്ഛതയുടെ അല്ലേ, അതിനെയാണ് മദർ ഓഫ് ദ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത് അല്ലേ. ദൈവത്തിൽ നിന്നുള്ള ഏകാഗ്രത നശിപ്പിക്കപ്പെട്ട് മറ്റു പലതിന്റെയും പുറകെ പോകുന്ന കേന്ദ്രങ്ങളായിട്ട് ഈ പട്ടണങ്ങളൊക്കെ ആയിത്തീരും. അപ്പൊ ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടു പോകുന്നതിനെയൊക്കെ വേദപുസ്തകം പറയുന്നത് എന്താ? 2 Corinthians 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയം അവനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. അപ്പോ ലോകം വ്യവസായികമായി പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടണങ്ങളെ പുരോഗമിക്കുമ്പോൾ ആളുകൾ വരുന്നു, കച്ചവടം കൂടുന്നു, സ്ഥാപനങ്ങൾ കൂടുന്നു, അപ്പോഴേക്കും ലോകത്തിന്റെ മ്ലേച്ഛതകളോടെ അവിടേക്ക് കടന്നു വരുന്നു. ദൈവത്തിൽ നിന്ന് അകലുന്ന, മനുഷ്യനെ അകറ്റുന്ന വ്യവസ്ഥിതികളായിട്ട് മാറും. ഇതിനെല്ലാം പിശാച് അങ്ങനെ അങ്ങ് ആക്കി തീർക്കുക ചെയ്യും അല്ലേ. സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ മോശമായ ജീവിത സാഹചര്യങ്ങളുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട്. ഇപ്പൊ നമ്മുടെ പിള്ളേരെയൊക്കെ നമുക്ക് പല പട്ടണങ്ങളിലും പഠിക്കാൻ വിടാൻ പേടിയാ അല്ലേ. അവരവിടെ പോയി എന്തെല്ലാം പഠിക്കാൻ ചെല്ലുന്ന, പക്ഷെ അവരുടെ ശ്രദ്ധ അങ്ങ് മാറി. ഇതിനെല്ലാം പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടല്ലോ, ഒരു സിസ്റ്റമാണ് അല്ലേ. ആ സിസ്റ്റത്തെയാണ് ബാബിലോൺ എന്നുള്ളത് കൊണ്ട് അതിന്റെ സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അതോ ഗ്രഹിക്കാൻ അല്പം പ്രയാസം തോന്നും? ഇപ്പൊ ബാബിലോൺ എന്നുള്ള പേര് കൊണ്ട് മർമ്മം മഹദിയാം ബാബിലോൺ യേശുമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മളുടെ ഹൃദയങ്ങളെ വഷളാക്കുന്ന ഒത്തിരി സംവിധാനങ്ങൾ, ലോകത്തിൻ്റെതായ ഒത്തിരി സംവിധാനങ്ങൾ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. അതിനെയെല്ലാം പ്രതിദാനം ചെയ്യുന്നതാണ് ബാബിലോൺ എന്ന പേര്. യോഹന്നാൻ പറയുമ്പം അത് റോം ആയിരുന്നുവെങ്കിൽ, റോമാ നഗരമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ പല പട്ടണങ്ങളും ആ വ്യവസ്ഥിതി നിലനിൽക്കുന്ന പട്ടണങ്ങളാണ്. അതുകൊണ്ട് ബാബിലോൺ എന്ന് പറയുമ്പം അതൊരു പ്രത്യേക പട്ടണത്തെ അല്ല ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുവാ? ദ ഹോൾ വേൾഡ് സിസ്റ്റം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇവിടെ യോഹന്നാൻ ഈ സിംബൽസ് ഉപയോഗിച്ചതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പിശാച് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റം തകരപ്പെടാൻ പോവുകയാണ്. ആ സിസ്റ്റം നശിപ്പിക്കപ്പെടും. കർത്താവ് വേഗം വരുന്നു അല്ലേ. കർത്താവ് വേഗം വരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് വരുന്നതിന് മുമ്പ് ഇതൊക്കെ എന്തോ വേണം, ഇത് സംഭവിക്കണം. സംഭവിക്കുന്നുണ്ടോ? വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത്, അങ്ങനല്ലേ പറയുന്നത്. തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. ദിസ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് സൂൺ. ഇപ്പൊ സംഭവിക്കാൻ പോവാ, വലിയ താമസമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 വർഷമോ 70 വർഷമോ 100 വർഷമോ ഒക്കെ നമുക്ക് വലിയൊരു കാലയളവായിരിക്കും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാലയളവല്ല. ദൈവം നമ്മളെ കണക്ക് കൂട്ടുന്ന പോലെ ആണ്ട് മാസം തീയതി ഒന്നും അല്ല അല്ലേ. നമ്മൾ കലണ്ടർ മറിക്കുന്ന പോലെ അല്ല ദൈവത്തിന്റെ കലണ്ടർ എന്ന് പറയും. അപ്പൊ വേഗത്തിൽ സംഭവിക്കാൻ, വാട്ട് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് സൂൺ. ഇനി 22-ാം അധ്യായം, ഈ അധ്യായം ഈ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോ എന്താ പറയുന്നത്? ഞാൻ വേഗം വരുന്നു. 12-ാമത്തെ വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. 10-ാമത്തെ വാക്യത്തിലും ഈ പുസ്തകം തീരുമ്പോഴും ഈ തുടങ്ങുമ്പോഴത്തെ കാര്യം തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ
തന്നെ വിശദീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ. അപ്പോ ദൈവം നമ്മളെ അറിയിക്കാനുള്ള ഒരു ദൂത, വേഗത്തിൽ അറിയിക്കാനുള്ള. It should not be delayed. We cannot be complacent. നമുക്കിത് താമസിപ്പിക്കാൻ പറ്റത്തില്ല. താമസിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് പഠിക്കുന്നതിലൊന്നും ഒരു അലംഭാവം കാണാൻ. അലംഭാവം എന്ന് ഞാൻ പറഞ്ഞാല് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. അലം എന്ന് പറഞ്ഞാൽ മതി എന്ന, അലംഭാവം എന്ന് പറഞ്ഞാൽ മതി എന്ന ഭാവം. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ കോംപ്ലൈസൻസ്, അലക്ഷ്യമായിട്ടല്ലേ, ഒരു സ്ലോ ആയിട്ട് പഠിക്കണം, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം അല്ല. ഇത് പെട്ടെന്ന് അറിയാനായിട്ടുള്ള കാര്യം. ഒടുവിലത്തെ പുസ്തകം ഇല്ലയോ, ആദ്യത്തെ ഒക്കെ പഠിച്ച് ഒടുക്കം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആയിക്കോട്ടെ എന്ന് കരുതുവാനായിട്ടുള്ള ഒരു പുസ്തകം അല്ലേ. അത് പെട്ടെന്ന് നാം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യം. മാത്രമല്ല, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മറ്റൊരു വാണിങ്ങോട് ഇതിന്റെ ഒടുവിൽ പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. 18ാമത്തെ വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. അപ്പോ ഇതിനോട് ആരും കൂട്ടാനും പറ്റത്തില്ല, കുറയ്ക്കാനും പറ്റത്തില്ല. അപ്പൊ ഇത് കൈകാര്യം ചെയ്യുമ്പോഴോ, ഒരുപാട് ദിവസം പഠിക്കുമ്പോഴ് അല്ലെ പഠിപ്പിക്കുമ്പോഴ് കയ്യിൽ നിന്നൊന്ന് വിട്ട് പഠിപ്പിക്കാൻ ഞാൻ എനിക്കിപ്പോ ഇതാ കയ്യിൽ നിന്നൊന്ന് വിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പുസ്തകത്തോട്, ദൈവത്തിന്റെ വചനത്തോട്, ദൈവത്തിന്റെ അരുളപ്പാടിനോട് സത്യസന്ധമായി നീതി പുലർത്തേണ്ടതായിട്ട്. എന്നാ ഇത് പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞ് കുറച്ചങ്ങ് മാറ്റി വെക്കാനും പറ്റത്തില്ല. വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ഞാൻ അവന് വരുത്തും. കുറെ ബാധയുണ്ട്, അത് മുഴുവൻ പഠിക്കുമ്പോഴേ എന്തെല്ലാം ബാധയാന്ന് നമുക്ക് അറിയത്തും. പിന്നെ അത് ഒരു ബാധയെ കുറിച്ച് പറയുന്നത് മാലിഗ്നന്റ് സോഴ്സ് എന്നാണ്. SORES, സോഴ്സ് എന്ന് പറഞ്ഞ വ്രണം, ഒരു ദുർവ്യാധി, വ്രണം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ, ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു, അവൻ കിടപ്പിലായി. അപ്പൊ ഇതെ കൂട്ടി വല്ലവരും പഠിപ്പിച്ചാൽ എന്തോ വരും? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, വേറെ ബാധയൊക്കെ. മാലിഗ്നന്റ് സോഴ്സ് അതുണ്ടാകാം. പിന്നെ പറയുന്നു, ഈ പുസ്തക വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ പുസ്തകത്തിലും എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. പിന്നെ പറയുകയാണ്, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നുവെന്ന് അരുളി ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. പിന്നെ പറയും, യോഹന്നാൻ പറയുന്നത് എന്താ? എന്റെ താഴെ എഴുതിയിരിക്കുന്നത്, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ആമേൻ കർത്താവായ, അതേ കർത്താവേ വരണമേ. അപ്പൊ നമ്മൾ ഇത് പഠിക്കുമ്പം വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ്? ഒരു സെൻസ് ഓഫ് എർജൻസി വേണം, ഇല്ലയോ? ഉടനടി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇനി അധികം സമയമില്ല. ഇത് വായിക്കണം, ഗ്രഹിക്കണം, വായിച്ച് കേൾപ്പിക്കണം, ഉറക്കെ വായിക്കണം, മറ്റുള്ളവരെ അറിയിക്കണം. കർത്താവ് വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. കൂട്ടാൻ പറ്റത്തില്ല, കുറയ്ക്കാൻ പറ്റത്തില്ല, ഉള്ളതുപോലെ പറയണം, അല്ലേ? ആ ഒരു വലിയ ബോധ്യത്തോടെ നാം ഇത് പഠിക്കേണ്ടതായിട്ടിരിക്കും. വെളിപ്പാട് പുസ്തകം പഠിക്കാൻ അല്പം ഭയവും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിപ്പാനായിട്ട് നമുക്ക് കഴിയണം. മാത്രവുമല്ല, നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മുടെ പലപ്പോഴും വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന എന്തിനും, ഇപ്പൊ കൊറോണ ഒക്കെ വന്നു, എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാ, എന്നാ ഇതൊന്ന് പഠിച്ചേക്കാം. കുവൈറ്റ് യുദ്ധം, കുവൈറ്റ് എന്തോ ഇൻവേഷൻ വന്നപ്പോ എന്നാ ഒന്ന് പഠിച്ചേക്കാം, അന്നേരമൊക്കെ ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്തേലും ഒരു പ്രയാസമോ പ്രശ്നങ്ങളോ വരുമ്പം, കൊറോണ വന്ന് ലോകത്തെ മുഴുവൻ ബാധിച്ചതാണ്, അല്ലേ?
എന്നാ ഇതിൻ്റെ അകത്ത് വല്ലതൊക്കെ ഉണ്ടോ, വെളിപ്പാട് പുസ്തകത്തിൽ കൊറോണയെ കുറിച്ച് വല്ലതും ഉണ്ടോ, വൈറസിനെ കുറിച്ചുണ്ടോ എന്നൊന്ന് അറിഞ്ഞേക്കാമെന്നുള്ള നിലയിൽ പഠിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അങ്ങനെ താല്പര്യപ്പെടുന്നവർ. മറ്റൊന്ന്, കർത്താവ് എപ്പോഴാ വരുന്നെന്ന് അറിഞ്ഞാൽ നേരത്തേക്കൊക്കെയാണ് നമുക്കൊന്ന് ഒരുങ്ങാം എന്നും കണ്ട് കർത്താവ് പറയുന്ന വേദോത്സവം ആവർത്തിച്ച് പറഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിലും പറയുന്ന കർത്താവ് വള്ളനെ പോലെ വരുന്നു. അപ്പൊ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഒരുങ്ങാൻ പഠിക്കണം, അത് സത്യമാണ്. നമുക്ക് കുറെ ജിജ്ഞാസകളുണ്ട്. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ? അറിയാനുള്ള ആഗ്രഹം. എപ്പോ സംഭവിക്കും, എപ്പോഴാ ഇത് വരുന്നത്? ആ ക്യൂരിയോസിറ്റി ശമിപ്പിക്കാൻ വേണ്ടി അല്ല വെളിപാട് പുസ്തകം പഠിക്കുന്നത്. നമ്മുടെ ജിജ്ഞാസയൊക്കെ ഇതൊക്കെ ഒന്ന് അറിഞ്ഞേച്ച് എന്നാട്ടെ, അതനുസരിച്ചൊക്കെ ഒരുങ്ങാം. ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇച്ചിരി കാശുമൊക്കെ ഉണ്ടാക്കി ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാം. എന്നിട്ട് വരാറാവുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഒരുങ്ങി അങ്ങ് പോകാറാവുമ്പോഴത്തേക്ക്, വണ്ടി വരാൻ സമയമായില്ലല്ലോ, വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് റെഡി ആയേക്കാം എന്ന് കരുതുന്ന നിലയിലും ദൈവവചനത്തെ സമീപിക്കും. ഇപ്പം വരും, കർത്താവ് ഇന്ന് വന്നേക്കാം, നാളെ വരാം, മറ്റന്നാൾ വരാം. സമയം നമുക്ക് നിശ്ചയമില്ല. വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങണം. വെളിപാട് പുസ്തകത്തെ കുറിച്ചൊരു ഹോൾ പിക്ചർ ഞാൻ പറഞ്ഞല്ലോ. ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ പത്മോസ് എവിടെയാണ്? ഇന്നും പത്മോസ് എന്ന പേരിൽ തന്നെ ആ ദ്വീപുണ്ട്. മെഡിറ്ററേനിയൻ കടലില്, ഈജിയൻ കടൽ എന്ന് പറയുന്ന ആ ഭാഗത്ത് പത്മോസ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപാണ്. വലിയ വിസ്തൃതിയൊന്നും ഇല്ലാത്തൊരു ദ്വീപ്. ആ ദ്വീപില് ഒരു കേവ് ഉണ്ട്. ആ കേവിൽ ഒരു ഗുഹ. ആ ഗുഹയിൽ ആണ് യോഹന്നാൻ ഈ ദിവ്യ ദർശനം കണ്ടെന്ന് പറയുന്നത്. ആ ദിവ്യ ദർശന ഗുഹ എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലം തന്നെ. അവിടെ പള്ളിയൊക്കെ പണിത് വെച്ചിരിക്കുക. അങ്ങനെ ഒരു സ്ഥലം പോലും ഇപ്പോഴും ആളുകൾ അതിനെ വേർതിരിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്. ദൈവത്തിന് നമ്മോട് പറയാനായിട്ടുള്ള ഒരു സന്ദേശമാണ്. അതെന്റെ ദാസനായ യോഹന്നാൻ മുഖാന്തരം നമുക്ക് കാണും. നാം ദൈവസന്നിധിയിൽ എത്രത്തോളം സമർപ്പിക്കുന്നുവോ, എത്രത്തോളം ദൈവത്തെ അനുസരിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത്രത്തോളം നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.